സോ ഹായ് ഗൈസ്, നമ്മുടെ ഫെക്സോ ആർട്ട് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കുറച്ച് ഡ്രോയിങ് ബുക്സിലത്തെ ഡ്രോയിങ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആക്ച്വലി എനിക്ക് വലുതായി വരയ്ക്കാനൊന്നും അറിയില്ല, കുറച്ചൊക്കെ അറിയാം. ഇത്രയും ബുക്ക് കണ്ട് ഞങ്ങൾ നെട്ടൊന്നും വേണ്ട, ഇത്രയും ബുക്ക് കണ്ട് ഞങ്ങൾ എന്തെന്നാ വേണ്ട, എല്ലാത്തെയും ഒരു 5-6 പേജ് വരച്ചിട്ടുണ്ടാവും. ഒരു ബുക്കും കംപ്ലീറ്റ് അല്ല. സോ ഞാൻ ഡ്രോയിങ് തുടങ്ങിയ സമയത്താണ്, ചെറുപ്പത്തിലത്തെ ഡ്രോയിങ് ബുക്കാണ്. മീൻസ് ചെറുപ്പമല്ല, ഒരു കൊറോണ ടൈമിലൊക്കെ വീട്ടിലിരുന്നില്ലേ, ആ സമയത്തത്തെ ഒരു ഡ്രോയിങ് ബുക്കാണിത്. അപ്പോൾ ഇതാദ്യം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഉള്ളത് കക്കാശിയാണ്. എനിക്കറിയാം ഈ കക്കാശി വളരെ ബോറാണെന്ന്. സോ അടുത്തത് യൊറിച്ചി, ഡീമൺ സ്ലെയർത്തെ സൺ ബ്രീത്തിങ് ഹോൾഡർ. സോ ഇതും വലിയ രസമൊന്നുമില്ലാന്ന് എനിക്കറിയാം. പിന്നെ ഇത് നറുട്ടോ, ജസ്റ്റ് ഒന്ന് ആദ്യം പെൻസിലേറ്റൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ വെറുതെ കളറൊന്ന് മേടിച്ചപ്പോൾ കളറായിട്ട് ചെയ്തു. കളറ് വലുതായിട്ടൊന്നുമില്ല, ആകെപ്പാടെ കളർ ഇത്ര തന്നെ ഉള്ളൂ. ഇതും വെച്ച് വലിയ ഡ്രോയിങ് ഒന്നും നടക്കൂല. അപ്പം ഇനിയും അടിപൊളി കളറൊക്കെ മേടിക്കണം. നറുട്ടോ ഉസ്മാക്കി. പിന്നെ ഇത് സെങ്കു, ഡോക്ടർ സ്റ്റോം ആനിമേത്തെ ഇതാണ്. ഇത് അത്യാവശ്യം കൊള്ളാം, ആ സമയത്ത് ഇത് അത്യാവശ്യം കൊള്ളാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് ഗോക്കു വളരെ കൊളായൊരു ഇതാണ്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയില്ല ഈ ഗോക്കുനെ വെച്ചിട്ട്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഞാൻ ഇതിനൊന്നും കൂടി വരച്ച്, അത് സാറ്റിസ്ഫാക്ഷനായി. പിന്നെ സ്കെച്ച് കിട്ടിയപ്പോൾ തലയിൽ മുടിയൊന്നും ബ്ലാക്ക് എടുത്ത് നോക്കിയതാണ്. കൊളായോ നന്നായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇത് ഗൊജീറ്റയാണ്, ഡ്രാഗൺ ബോളത്തെ ഗൊജീറ്റ. ഫേസ് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഇത്. ബേസിക്കലി ഞാനൊരു ഡ്രാഗൺ ബോൾ ഫാൻ കൂടിയാണ്. പിന്നെ ഇത് വെറുതെ കണ്ടപ്പോൾ വരച്ചതാണ്. ഇതൊക്കെ പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഒന്ന് വരച്ചതാണ് ആ സമയത്ത്. പിന്നെ ഇത് ഡ്രാഗൺ ബോളത്തെ ഏതോ ക്യാരക്ടർമാരിയെ തോന്നി, കണ്ടു ഞാൻ വരച്ചു. എനിക്ക് വെജിറ്റൻ്റെ ഫാദറിനെ മാതിരിയാണ് തോന്നുന്നത്. ഡ്രാഗൺ ബോൾ ഫാൻസുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വേണച്ചാൽ. പിന്നെ ഇത് ഗോക്കുവും വെജിറ്റയും. ഞാൻ ഒരു തറവാട്ടിയൊക്കെ പോയ സമയത്ത് ബോറടിച്ചപ്പോൾ ഇരുന്ന് വരച്ചതാണ്. ഇത് ഗോക്കുവിൻ്റെ അൾട്രാ ഇൻസ്റ്റൻറ്റ്, ഇത് വെജിറ്റൻ്റെ അൾട്രാ ഈഗോ. എൻ്റെ കയ്യിൽ കളറൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കൊടുത്തില്ല. അപ്പോൾ ആ കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വരയ്ക്കണ സമയത്ത് വെച്ചാൽ അത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഡീമൺ സ്ലെയർത്തെ മിസ്റ്റ് ഹഷിറ ടൊക്കിട്ടോ എന്നാണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ഞാനൊന്ന് പെൻ ആർട്ട് ട്രൈ ചെയ്തതാണ്, രസമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, ഇത്രേ ഞാൻ ഈ ഒരു ബുക്കിൽ വരച്ചിട്ടുള്ളൂ. ഇതിൽ വെറും 2-3 പേജ് വരച്ചിട്ടുള്ളൂ. നോക്കാം. ഫസ്റ്റ് ഇതാണ് ഡീമൺ സ്ലെയർത്തെ പാതി യുറിച്ചിയും പാതി കൊക്കുഷിബോയും. നിങ്ങൾക്കിങ്ങനെ ഞാൻ പേരൊക്കെ പറയുന്നേക്കുമ്പോൾ ഇതൊക്കെ ആരാന്ന് തോന്നുന്നുണ്ടാവും. ആനിമെ കണ്ടായിരിക്കും മനസ്സിലാവും. ആനിമെ ഫാൻസ് കമൻറ്റ് ആരാന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ ഇത് ഞാൻ സാമാസുവിനെ വരച്ചതാണ് ഡ്രാഗൺ ബോളത്തെ. അതെങ്ങനെയായി രസമൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇനി കംപ്ലീറ്റ് ആക്കാണ്ട്, അതൊക്കെ അത്ര മതി. പിന്നെ ഇത് താൻജിറോ ഡീമൺ സ്ലെയർത്തെ. ഇതും കുഴപ്പമില്ല എന്നാണ് വിചാരിക്കുന്നത്. ആ കണ്ണിൻ്റെ ഭാഗമാണ് ഒത്തിരി ഇതായത്. പിന്നെ ഇത് ഇറ്റാച്ചീൻ്റെ കണ്ണുകളാണ്. വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ വെറുതെ ഒന്ന് പെന്നാർട്ട് ട്രൈ ചെയ്തതാണ്. ഷേപ്സൊക്കെ വരച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിങ്ങനെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. നൗ മൈ ബിഗ് ഡ്രോയിങ് ബുക്ക്. ഇത് കംപ്ലീറ്റ് ആക്കിയില്ല, ഇതിൽ വേറെ 2-3 വരച്ചിട്ടുള്ളൂ.
ഫസ്റ്റ് വൺ ഈസ് ജാക്കി ചാൻ. പിന്നുള്ളത് എൻ്റെ അനിയനാണ്, അതിനെ കാണിച്ച് തരൂല. സെക്കൻഡ് വൺ ഈസ് ദ സ്പൈഡർമാൻസ് മാങ്ക ആട്ടുമാരിയാണ്. ഒരു മാങ്കൻ്റെ ടച്ച് പിടിച്ചതാണ്. ഒരു ഫോട്ടോ കണ്ടപ്പോൾ അതേമാതിരി വരച്ചതാണ്. സംഭവം കോപ്പി ആർട്ടാണ്, മീൻസ് നോക്കി വരക്കുക. ഇതാക്കുക. എനിക്കിപ്പോഴും വലുതായിട്ട് ഡ്രോയിങ് ചെയ്യാൻ ഇത് പിന്നെ ഞാൻ മറ്റേ നമ്മുടെ ഡ്രാഗൺ ബോൾഡ് ക്രിയേറ്റർ മരിച്ച സമയത്ത് വരക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. പക്ഷെ ഇതിൽ വരച്ചില്ല, വേറെയിൽ വരച്ചു. പിന്നെ ഇത് വരക്കാൻ മടിയായി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വലുതായി ഡ്രോയിങ് അറിയില്ല. ഞാൻ ഇപ്പോൾ പിക്ചേഴ്സ് നോക്കി വരക്കലാണ്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ബോൾഡ് ക്രിയേറ്റർ. ആ സമയത്ത് ഞാൻ വരച്ചാണ്, അടിപൊളിയുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാൻ വന്നത്, എനിക്ക് ഡ്രോയിങ് ഇങ്ങനെ കുറച്ച് വരക്കാനല്ലാണ്ട് നല്ല എക്സ്പേർട്സിനെ മാതിരി വേറെ കുറേ ഇതൊക്കെ ഉണ്ട്, ഷാഡോ ആർട്ട് അങ്ങനത്തെ. അതിൻ്റെ മാതിരിയൊന്നും വരക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഒരു ഇത് ചെയ്യുന്നുണ്ട്. യു ക്യാൻ സ്റ്റഡി ഡ്രോയിങ് വിത്ത് മീ. ഞാൻ ഡ്രോയിങ്ങിൻ്റെ ABC മുതൽ പഠിക്കാൻ പോവാണ്. അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരും, എങ്ങനെ ഫേസസ് വരക്കാം. ഫേസ് വരക്കാൻ എനിക്കിപ്പോൾ ശരിക്കും അറിയില്ല. ഒരു ഹ്യൂമൻ ഫേസ് വരക്കാൻ ശരിക്കും എനിക്കറിയില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. സോ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. പിന്നെ ഇത് വെജിറ്റാണ്. ഈ ബുക്കിൽ ഞാൻ റീസെൻ്റായി വരച്ച പിക്ചേഴ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇത് വെജിറ്റൻ്റെ മാജിൻ വേർഷനാണ്. പിന്നെ ഇത് നമ്മുടെ സെനിറ്റ്സു ഡീമൺ സ്ലേയർ ഫൈനൽ ഡീമൺ സ്ലേയർ ലാസ്റ്റ് ഇറങ്ങി ഫൈനൽ എപ്പിസോഡ് എടുത്തിരുന്നതാണ്. സെനിറ്റ്സ് നിലത്ത് പോകണം. ആനിമെ കണ്ടായിരിക്കും മനസ്സിലായി. ആ സമയത്ത് ഗൂസ് ബംസ് അടിച്ചിട്ടുണ്ട്, ഗൂസ് ബംസ്. സോ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ആണ്. പിന്നെ ഇത് നമ്മുടെ റീസെൻ്റായി ഇറങ്ങിയ ഊസുമാക്കിയത്തെ ഒരു ക്യാരക്ടറാണ്. നാവൊക്കെ പുറത്തെടുത്തിട്ട് വല്ലാത്തൊരു ആനിമയാണ്. ക്രീപ്പി. കണ്ടിട്ടില്ലെങ്കിൽ കാണുക. സോ നമ്മളെവിടെ നിർത്തി? ഊസുമാക്കി. പിന്നെ ഇത് ഡ്രാഗൺ ബോൾത്തെ ഗോക്കുവിൻ്റെ മകൻ ഗോഹാൻ. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വരച്ചതാണ്. അവൻ നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ കയറാൻ നിന്നില്ല. ഇതും അടിപൊളിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഞാൻ അടുത്ത് റീസെൻ്റായി വരച്ചതാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് കാണാം. പിന്നെ ഇത് ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വരച്ചതാണ്. ഗോക്കു എല്ലാത്തിനും മിനിയേച്ചർ വേർഷൻ. ഇപ്പോൾ ഡൈമിയും കൂടിയാണ്, ഡ്രാഗൺ ബോൾ ഡൈമി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആർക്ക് കാണുന്നുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ ഗോക്കുവിൻ്റെ മിനിയേച്ചർ വേർഷൻ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെജിറ്റ. ഈ സച്ച് എ ക്യൂട്ടി ഇൻ ദീസ്. ശരിക്കും ആനിമയിൽ വെജിറ്റ ഒരു ആറ്റിറ്റ്യൂഡ്, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഇതിൽ കണ്ട് നല്ല ക്യൂട്ടി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒരു പെന്നാർട്ട് ട്രൈ ചെയ്താണ്. ഈ ഗോക്കുവിൻ്റെ മുടിൻ്റെ ഇവിടെ ഇത്തിരി കുളമായി, അത് ഞാൻ ബാക്കി എല്ലാത്തിലും ശരിയാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാ. ഇത് ഗോക്കു ആൻഡ് ക്രില്ലിൻ രണ്ടുപേരും ചെറുപ്പത്തിൽ ഇതാണ്. പിന്നെ ഗോക്കു മാസ്റ്റർ റോഷീൻ്റെ വസ്ത്രമിട്ടിട്ട് ഡ്രസ്. പിന്നെ ഇത് ഗോക്കു വെജിറ്റ ഫ്യൂസ് ചെയ്ത് ഗൊജിറ്റയാവുന്നത്. അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ വരച്ചതാണ്. പിന്നെ ഡ്രാഗൺ ബോൾ സി എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു അടിപൊളി ആനിമേത്തെ എന്താണ് ഡാൻഡ പേരിതാ, നിങ്ങൾക്ക് ഈ സൈഡിൽ തന്നെ കാണാൻ പറ്റും. സംഭവം പേര് വലിയ ഗുമ്മില്ലെങ്കിലും ഗുമ്മുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാണ്. സംഭവം ഒരു അടിപൊളി ആനിമയാണ്, ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ അടുത്തത് രണ്ടാമത്തെ തന്നെ ഒക്കറു, മീൻസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സീരീസ്. കണ്ടില്ലെങ്കിൽ നിങ്ങൾ വരച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
സോ മാർക്കിൻ്റെ അടുത്ത വീഡിയോ മുതൽ ഞാൻ ഹൗ ടു സ്റ്റാർട്ട് ഡ്രോയിങ് വിത്ത് മീ, ഹൗ ടു സ്റ്റഡി ഡ്രോയിങ് വിത്ത് മീ അടുത്ത വീഡിയോ മുതൽ വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് എഫ്എക്സോ ആർട്ട് സൈനിങ് ഔട്ട്. എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.